കാത്തിരിക്കാം. തന്റെ ഏകജാതനായ പുത്രനെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന പിതാവായ ദൈവത്തിന് സ്തോത്രം. തന്റെ ജീവനെ നമുക്കൊക്കെ വേണ്ടി വെച്ചു തന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബഹുമാനീയ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവമക്കൾക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഇതുവരെ നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രിയ വർക്കിച്ചായൻ നമ്മോട് പങ്കുവെച്ച ദൈവവചനത്തിന്റെ ചിന്തകൾ. ഞങ്ങളും യാത്രയിലായിരുന്നുവെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ലോകം മുഴുപ്രപഞ്ചവും ദൈവപുത്രന്മാരുടെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് ഈറ്റുനോവോടിരിക്കുന്നു, കാത്തിരിക്കുന്നു. അതുപോലെ നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി ഉള്ളിൽ ഞരങ്ങുന്നു. അദ്ദേഹം അതിനെ വളരെ തന്മയത്വത്തോടെ അദ്ദേഹം പഠിച്ച വിഷയത്തോടനുബന്ധിച്ച് മൈഗ്രേറ്റിംഗ് ബേർഡ്സ്, ദേശാടന പക്ഷികളുടെ വിഷയത്തോട് ഉപമിച്ച് പറഞ്ഞു. അവകൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ദേശാടനം നടത്തുന്നതിന് വേണ്ടി എങ്ങനെ വെമ്പൽ കൊള്ളുന്നു എന്നുള്ളത്. അതുപോലെ നമ്മുടെ ഉള്ളിലും ഒരു വലിയ ആവേശം, ഒരു വലിയ വെമ്പൽ. എന്തിനു വേണ്ടി? സ്തോത്രം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിച്ച അസലായ ഒറിജിനൽ ക്രിയേഷൻ, സൃഷ്ടിയിലെ അസലായ ലക്ഷ്യത്തിന് വേണ്ടി. അതെന്ത്? സ്തോത്രം. നാമും നമ്മുടെ കർത്താവിനെ പോലെ തേജസ് ഉടുത്തവരായി തീരുക. നമ്മുടെ തേജസ്കരണം. സ്തോത്രം. നമ്മുടെ തേജസ്കരണം, അവർ ഗ്ലോറിഫിക്കേഷൻ. സ്തോത്രം. അവർ ഗ്ലോറിഫിക്കേഷൻ, നമ്മുടെ തേജസ്കരണം. അതിനെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ 2-3 പദങ്ങളിലായിട്ട് സംക്ഷിപ്തമായിട്ട് പറഞ്ഞത്. We are waiting for a resurrection or a transformation, and then together a conformation. ക്രിസ്തുവിൽ മരിച്ചവർ റിസറക്ഷൻ, ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയും, ജീവനോടെ ശേഷിക്കുന്നവർ ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരത്തിന് വേണ്ടിയും കാത്തിരിക്കുന്നു. ഇവർ രണ്ടുപേരും കൂടെ, ഈ രണ്ടു കൂട്ടരും കൂടെ എത്തിച്ചേരുന്ന അവസ്ഥയുടെ പേരാണ് എ കൺഫോർമേഷൻ. കൺഫോമിങ് ടു ദ ഇമേജ്, rather the glorious image of Christ. യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ രൂപത്തോടുള്ള ആനുരൂപ്യം. സ്തോത്രം. അതിനുവേണ്ടിയുള്ള വലിയ ഒരു ആവേശവും ഒരു വലിയ വെമ്പലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെന്ന് നാം പഠിക്കുകയായിരുന്നു. കർത്താവിന് സ്തോത്രം. ആ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടെത്തിക്കുമാറാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു സന്ദേശമാണ് യെശയ്യാ പ്രവചനം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ. അതുപോലെ യിരെമ്യാവും പറയുന്നുണ്ട്. സ്തോത്രം. യിരെമ്യാവും യെശയ്യാവും ആവർത്തിച്ച ഇസ്രായേൽ മക്കളോട് പറഞ്ഞ കാര്യം നമുക്കുമുള്ള സന്ദേശമാണ്. എന്താ? ഒന്ന്, കാള തന്റെ ഉടയവനെ, കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നു, എന്റെ ജനമോ അറിയുന്നില്ല. അതിനുശേഷം നീ പാപം ചെയ്ത് എന്റെ ജനം അങ്ങ് മാറിപ്പോയിരുന്നെങ്കിൽ പോലും. ചില ദേശാടന പക്ഷികളെ കുറിച്ച് പറയുന്നുണ്ട്. അവ എന്ത് ചെയ്യുന്നുണ്ട്? മീവലും പെരിഞ്ഞാറയും എന്ത് ചെയ്യുന്നു?
മടങ്ങി വരവിനുള്ള കാലം അറിയുന്നു. ഈ മൈഗ്രേറ്റിംഗ് ബേർഡ്സ്, ദേശാടന പക്ഷികൾ എപ്പോൾ പോകണം, എപ്പോൾ തിരികെ വരണം, മൊബൈൽ ഫോണിൽ റിമൈൻഡർ ഒന്നും വെച്ചിട്ടില്ല. അവർക്ക് ഗൂഗിൾ കലണ്ടർ ഇല്ല, വേറെ ഒന്നും അവർക്കില്ല. പക്ഷെ അവ കൃത്യമായി ആ സമയം അറിയുന്നു. കൃത്യമായി അവ മടങ്ങി വരുന്നു. പോകേണ്ട സമയവും മടങ്ങി വരേണ്ട സമയവും അവയ്ക്കറിയാം. സ്തോത്രം. അതുപോലെ നാമും ഇനി അഥവാ ഏതെങ്കിലും കാരണവശാൽ കർത്താവിന്റെ കൃപയിൽ നിന്നും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരേണ്ടതിന് ഈ പറയപ്പെടുന്ന ദേശാടന കിളികളെ പോലെ കൃത്യസമയത്ത് വൈകാതെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. ആ ശക്തമായ സന്ദേശത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇടത്തെങ്കിലും വായിച്ച സുജെ, യിരെമ്യാ 8:7, ജെറമായ 8:7. ആകാശത്തിലെ പെരിഞ്ഞാറ തന്റെ കാലം അറിയുന്നു, കുറുപ്രാവും മീവൽപക്ഷിയും കൊക്കും മടങ്ങിവരവിനുള്ള സമയം അനുസരിക്കുന്നു. എന്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. സ്തോത്രം. അപ്പം അദ്ദേഹം ഒടുവിൽ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചല്ലോ, ഇതിന്റെയൊക്കെ തലച്ചോറ് ഇച്ചിരിയേ ഉള്ളൂ. ഇതിന്റെയൊക്കെ തലച്ചോറിനേക്കാൾ ഒത്തിരി മടങ്ങ് വലിപ്പമുള്ള തലച്ചോറാണ് നമുക്ക് തമ്പുരാൻ തന്നിരിക്കുന്നത്. എന്നിട്ടും ഇവകൾ സ്രഷ്ടാവ് അവയ്ക്ക് നിയമിച്ച കാലങ്ങൾ അറിയുന്നത് പോലെ പോലും നാം മനുഷ്യർ, ദൈവമക്കൾ, ദൈവത്തിനുള്ളവർ മടങ്ങിവരവിന്റെ കാലം അറിയുന്നില്ല എന്ന ലാമെന്റ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ വിലാപം. കർത്താവ് ഒരിക്കലും നമ്മെക്കുറിച്ച് വിലപിക്കാതിരിക്കട്ടെ. അതിന് ആ സന്ദേശവും നമുക്ക് അനുഗ്രഹമാകട്ടെ. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം, അതിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നാം അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട 3 വിഷയങ്ങളെ കുറിച്ച് യോഹന്നാൻ നമുക്കവിടെ സൂചന തരുന്നു. ഒന്ന്, പുനരുത്ഥാനം, മരിച്ചവരുടെ, പ്രത്യേകിച്ച് 1-ാം പുനരുത്ഥാനത്തെ കുറിച്ച്, വിശുദ്ധന്മാരുടെയും ഭാഗ്യവാന്മാരുടെയും പുനരുത്ഥാനമായ 1-ാം പുനരുത്ഥാനത്തെ പറ്റി നമുക്കവിടെ സൂചനയുണ്ട്. രണ്ടാമത്, ന്യായാസനങ്ങളെ കാണുന്നു. വിവിധ ന്യായവിധികളെ കുറിച്ച് നമുക്ക് അവിടെ നിന്നും പഠിക്കാം. എന്നിട്ട് 1000 ആണ്ട് വാഴ്ച, യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ച. ആ 3 എണ്ണത്തിൽ നാം ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ഉയർത്തെഴുന്നേൽപ്പുകളെ കുറിച്ചാണ്. അവിടെ പറയുന്നത് ഒരു ഉയർപ്പിനെ കുറിച്ച് ഉള്ളെങ്കിലും നമ്മൾ അതിനോടുള്ള ബന്ധത്തിൽ ഉയർപ്പുകളെ കുറിച്ച് ചിന്തിച്ചു. നാം പ്രധാനമായും അതിനെ 2ആയിട്ട് തരംതിരിച്ചു കണ്ടു. ദ്രവത്വത്തിലേക്കും അദ്രവത്വത്തിലേക്കുമുള്ള ഉയർപ്പുകൾ, റിസറക്ഷൻ ടു മോർട്ടാലിറ്റി ആൻഡ് ഇമ്മോർട്ടാലിറ്റി. അദ്രവത്വത്തിലേക്ക്, ഇമ്മോർട്ടാലിറ്റിയിലേക്കുള്ള ഉയർപ്പിനെ വീണ്ടും 2ആയി നമ്മൾ തിരിച്ചു, അല്ലെങ്കിൽ വേദപുസ്തകം തിരിക്കുന്നു. 1-ാം പുനരുത്ഥാനവും ഒടുക്കത്തെ പുനരുത്ഥാനം, അവയെയും നാം കണ്ടു. ഏറ്റവും ഒടുവിൽ നമ്മൾ ഇന്നലെ കണ്ടത് പുനരുത്ഥാനം, അതിന്റെ അർത്ഥത്തെ കുറിച്ചായിരുന്നു. വേദപുസ്തകം നമുക്ക് അക്ഷരീയമായ ഒരു പുനരുത്ഥാനത്തെ കുറിച്ച്, ശാരീരികമായ പുനരുത്ഥാനത്തെ കുറിച്ച് ഉറപ്പു തരുന്നു. ബൈബിൾ കൺഫേംസ് ആൻഡ് ഗ്യാരണ്ടീസ് എ ഫിസിക്കൽ ആൻഡ് എ ലിറ്ററൽ റിസറക്ഷൻ ഓഫ് ദ ഡെഡ്. അതിലുപരി വേദപുസ്തകം, പുതിയ നിയമം നമുക്ക് ഉറപ്പു തരുന്നത് മരിച്ചവരുടെ അക്ഷയമായ ഉയർപ്പ് മാത്രമല്ല, ക്രിസ്തുവിൽ ജീവനോടിരിക്കുന്നവരുടെ തേജസ്കരണവും. ഈ 2 കൂട്ടരുടെയും യേശു ക്രിസ്തുവിനോടുള്ള ആനുരൂപ്യവും ഇത് നമുക്ക് ലഭിക്കുന്ന പുതിയ നിയമത്തിലെ വാഗ്ദത്തങ്ങളാണ്. സ്തോത്രം. ഇവയെ വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ എന്നാണ് പത്രോസ് അപ്പോസ്തലൻ വിളിക്കുന്നത്. വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ. സ്തോത്രം. നാം അതിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പുനരുത്ഥാനത്തെ കുറിച്ച്. പുനരുത്ഥാനങ്ങൾ, അതിൽ
പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് പുനരുത്ഥാനത്തെ കുറിച്ചുള്ള സൂചനകളും തെളിവുകളും ഉണ്ട്. സ്തോത്രം. അതിൽ പഴയ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ ഇന്നലെ ചിന്തിച്ചു. ഇയ്യോബ് പറയുന്ന വേദഭാഗം, ഇയ്യോബ് പറയുന്ന കാര്യം. സ്തോത്രം. കൂടാതെ ഈ പുനരുത്ഥാനം, റിസറക്ഷൻ ഓഫ് ദ ഡെഡ്, എസ്പെഷ്യലി റിസറക്ഷൻ ഓഫ് ദ ജസ്റ്റ്, നീതിമാന്മാരുടെ ഉയർപ്പ് എന്നുള്ളത് നമ്മുടെ ക്രൈസ്തവ പ്രത്യാശയുടെ കാതലായ ഒരു കാര്യമാണ്. നമ്മുടെ അടിസ്ഥാന വേദോപദേശങ്ങളിലെ ഒരു പ്രധാന ഘടകമാണ്. സ്തോത്രം. ക്രൈസ്തവ പ്രത്യാശയുടെയും ക്രൈസ്തവ അടിസ്ഥാന ഉപദേശത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത്. പുനരുത്ഥാനം, മരിച്ചവരുടെ ഉയർപ്പ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിന് ഏറ്റവും അടിസ്ഥാനം നമ്മുടെ കർത്താവായ യേശുവിന്റെ ഉയർപ്പാണ്. യേശു മാത്രമല്ല, യേശു കർത്താവിന്റെ ഉയർപ്പിന്റെ സമയത്ത് കല്ലറകളെ വിട്ട പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ചും നമുക്ക് കാണുവാൻ സാധിക്കും. സ്തോത്രം. പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ചും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഇതെല്ലാം തന്നെ നമുക്ക് പുനരുത്ഥാനത്തിന്റെ തെളിവുകളാണ്. അതുകൂടാതെ പഴയ നിയമവും പുതിയ നിയമവും പുനരുത്ഥാനത്തെ കുറിച്ച് നമുക്ക് ഉറപ്പും തരുന്നുണ്ട്. അതുകൂടാതെ മറ്റൊരു കാര്യവും കൂടെ നമുക്ക് പഴയ പുതിയ നിയമങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് മനസ്സിലാക്കുവാൻ കഴിയും. നാം അത് കാണുന്നത് മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 23 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ചില റെഫറൻസുകൾ ഞാൻ 3 പുസ്തകങ്ങളിൽ നിന്നായിട്ട് പറയുന്നു. മത്തായി 22, 23 മുതൽ 33 വരെ. മാത്യു 22 വേഴ്സസ് 23 to 33. മാർക്ക് 12, 18 to 27. മർക്കോസ് 12-ന്റെ 18 മുതൽ 27 വരെ. അതുപോലെ ലൂക്കോസ് 20-ാമത്തെ അധ്യായം 27 മുതൽ 40 വരെ. ലൂക്ക് chapter 20 verses 27 to 40. ഈ ഭാഗങ്ങളിലെല്ലാം നാം കാണുന്നത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പുനരുത്ഥാന ഉപദേശങ്ങളെ സമന്വയിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഉദാഹരണത്തിന്, ആ ഭാഗങ്ങളെല്ലാം വായിക്കാൻ നമുക്ക് സമയമെടുക്കുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം. യേശുക്രിസ്തു ഇതേപ്പറ്റി പഠിപ്പിച്ച ഒരു ഭാഗം. ഈ പറയുന്ന 3 ഭാഗങ്ങളും ഒരേ വിഷയം തന്നെയാണ്. അതിൽ ലൂക്കോസ് 20-ൽ നിന്ന് ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. അതിലെ ലൂക്കോസ് 20-ാമത്തെ അധ്യായത്തിൽ 27 മുതൽ 36 വരെ, 27 to 36, ലൂക്ക് 20. അവിടെ നമ്മൾ കാണുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. യേശു കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്ന 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. 27. പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്ന സാദൂക്യരിൽ ചിലർ അടുത്തു വന്ന് അവനോട് ചോദിച്ചത്, ഗുരു. മതി. പുനരുത്ഥാനം ഇല്ല. ഇന്നലെ നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞു. സദൂക്യർ, ദ സാഡുസീസ്, അവർ പുനരുത്ഥാനമില്ല എന്ന് വിശ്വസിക്കുന്നു. ദൂതന്മാരില്ലെന്ന്, ആത്മാവില്ലെന്ന് ഒക്കെ വിശ്വസിക്കുന്നവര്. അവര് വന്ന് യേശുവിനോട് ചോദിച്ച ചോദ്യമാണ്. ഇന്നലെ നമ്മൾ അതേപ്പറ്റി പറഞ്ഞു. 7 സഹോദരന്മാർ ഒരേ സ്ത്രീയെ വിവാഹം കഴിക്കുന്നു, ദേവരധർമ്മം അനുസരിച്ച്. ദേവരധർമ്മം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഹിന്ദിയിൽ ദേവർ എന്ന് പറഞ്ഞാൽ അറിയാം. ഹിന്ദിയിൽ ദേവർ എന്ന് പറഞ്ഞാൽ
തമിഴിലെ ദേവരല്ല, husband's brother. ഹസ്ബൻഡ്സ് ബ്രദർ. ഭർത്താവിന്റെ സഹോദരനെയാണ്, പ്രത്യേകിച്ച് ഇളയ സഹോദരനെയാണ് ദേവർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനെ കുറിച്ചാണ് ദേവരധർമ്മം എന്ന് പറയുന്നത്. മൂത്തയാള് മക്കളില്ലാതെ മരിച്ചാൽ സ്വത്തൊന്നും പുറത്താർക്കും ആകാതിരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത സഹോദരൻ വിവാഹം കഴിക്കുക എന്നുള്ള ഒരു നിയമമാണ് ദേവരധർമ്മം. അതനുസരിച്ച് 7 സഹോദരന്മാർ ഒരേ സ്ത്രീയെ വിവാഹം കഴിച്ചു. 7 പേർക്കും മക്കളില്ലാതെയാണ് മരിച്ചത്. പുനരുത്ഥാനത്തിൽ ഈ സ്ത്രീ ആരുടെ ഭാര്യയായിരിക്കും എന്ന് യേശുവിനെ പരീക്ഷിച്ചും പരിഹസിച്ചും കൊണ്ട് ചോദിച്ച ചോദ്യമാണ്. കാരണം ഈ ചോദ്യകർത്താക്കൾ ഇങ്ങനെ ഒരു പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നവരെ അല്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് നോട്ട് എ ജെനുവിൻ ക്വസ്റ്റ്യൻ. ഇത് ആത്മാർത്ഥമായ ചോദ്യമായിരുന്നില്ല. അതിന് ഉത്തരം കൊടുത്തതിന് ശേഷം നമ്മുടെ കർത്താവ് പറയുന്ന കാര്യമാണ് നമുക്കിവിടെ പ്രസക്തം. വേഴ്സ് നമ്പർ 37 നൗ, 37-ാമത്തെ വാക്യം. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നതോ മോശയും മുൾപ്പടർപ്പ് ഭാഗത്ത് കർത്താവിനെ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് പറയുന്നതിനാൽ സൂചിപ്പിച്ചിരിക്കുന്നു. അടുത്ത വാക്യവും കൂടെ, 38 കൂടെ. ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ, എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ. സ്തോത്രം. ഇസ്രായേലിയർ ദൈവത്തെ സംബോധന ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട രീതിയാണ് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരുടെ ദൈവം, പിതാക്കന്മാരുടെ ദൈവം. അതിന് യേശുക്രിസ്തു പറയുകയാണ്, ദൈവം മരിച്ചവരുടെ ദൈവമാണോ ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണോ? ദൈവം മരിച്ചവരുടെ ദൈവമല്ല. അബ്രഹാം നിങ്ങൾക്ക് മരിച്ചയാളാണ്, പക്ഷേ ദൈവം അബ്രഹാമിന്റെ ദൈവമെന്ന് വിളിക്കപ്പെടുന്നത് കൊണ്ട് അബ്രഹാം ദൈവത്തിന് മരിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യരും ദൈവത്തെ സംബന്ധിച്ച് മരിച്ചവർ അല്ല. ഇത് ശാരീരിക നിലയാണ് പറയുന്നത്, ആത്മീയ ജീവനെ കുറിച്ചല്ല. ആത്മീയ ജീവനെ കുറിച്ചല്ല. ഇപ്പൊ പുനരുത്ഥാനം ഉണ്ട് എന്നും മരണത്തോടുകൂടെ അസ്തിത്വം അവസാനിക്കുന്നില്ലെന്നുമാണ് യേശു പഠിപ്പിക്കുന്നത്. Christ teaching here that existence of a person doesn't cease by physical death. ശാരീരിക മരണത്താൽ അസ്തിത്വം അവസാനിക്കുന്നില്ല. സ്തോത്രം. Physical death is not a cessation of existence. Even after physical death, a person continues to be. ശാരീരിക മരണത്തിന് ശേഷവും ഒരു മനുഷ്യൻ അസ്തിത്വത്തിൽ ആയിരിക്കുന്നു എന്നാണ് യേശു ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ദൈവം നിയോഗിച്ച സമയത്ത് അവരുടെ ശരീരം വിട്ടുപോയ ആത്മാവും ദേഹിയും തിരികെ ദേഹത്തിൽ വന്ന് ഇത് മൂന്നും കൂടെ ഒരുമിച്ച് വീണ്ടും അസ്തിത്വത്തിലേക്ക് വരും എന്നാണ് ക്രിസ്തു ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. God is God of the patriarchs. They are dead physically, but God doesn't consider them dead. And therefore God is called after their names. സ്തോത്രം. ദൈവം തന്നെ ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു എന്നാണ്. God himself introduced
him to Moses in Exodus 3 verse 6. പുറപ്പാട് 3:6 വാക്യത്തിൽ ദൈവം തന്നെ ദൈവത്തെ പരിചയപ്പെടുത്തിയത് ഈ പിതാക്കന്മാരുടെ ദൈവം എന്ന നിലയിലാണ്. സ്തോത്രം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ പഴയ പുതിയ നിയമങ്ങളിൽ നമുക്ക് പുനരുത്ഥാനത്തെ കുറിച്ച് കാണാൻ സാധിക്കുന്നു. വേദപുസ്തകത്തിലെ ദൈവം ജീവിച്ചിരിക്കുന്നവരുടെ അല്ലെങ്കിൽ ജീവനുള്ളവരുടെ ദൈവമാണ്, മരിച്ചവരുടെ ദൈവമല്ല. എന്നാൽ പിതാക്കന്മാരുടെ ദൈവമാണ് താനെന്ന് പറയുന്നതിലൂടെ ദൈവവും ഈ കാര്യം സ്ഥിരീകരിക്കുന്നു. അവർ മരിച്ചിട്ടില്ല, അവരുടെ അസ്തിത്വം ഇല്ലാതെ ആയിട്ടില്ല. സ്തോത്രം. ഇല്ലാതെ ആയിട്ടില്ല. പഴയ നിയമത്തിൽ നിന്ന് 1-2 വാക്യങ്ങൾ കൂടെ പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ട് തെളിവായിട്ട് തരാം. ഒത്തിരി ഭാഗങ്ങളിലേക്ക് വിശദമായി നമ്മൾ പോകുന്നില്ല. ഐശയ chapter 26 11 to 15. യെശയ്യാവ് 26 11 മുതൽ 15 വരെ. അതിന്റെ 19 വാക്യവും കൂടെ നമുക്ക് നോക്കാം. 19 വാക്യം ഒന്ന് വായിച്ചാട്ടെ. വേഴ്സ് 19. But your dead will live, their bodies will rise. You who dwell in the dust, wake up and shout for joy. Your dew is like the dew of the morning. The earth will give birth to her dead. The earth will give birth to the dead. പഴയ നിയമത്തിലെ പുനരുത്ഥാനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വളരെ ശക്തമായ ഒരു വാക്യമാണത്. സ്തോത്രം. മരിച്ചവർ ഉയർക്കുന്നതിനെ സംബന്ധിച്ച്, ഭൂമി മൃതന്മാരെ ജനിപ്പിക്കുന്നതിനെ കുറിച്ച്, പ്രഭാതകാലത്തിലെ ഡ്യൂ മഞ്ഞുപോലെ പുതുക്കത്തോടുകൂടെ, പുതുക്കപ്പെട്ട ശരീരത്തോടുകൂടെ മരിച്ചവർ ഉയർക്കുന്നതിനെ കുറിച്ച് പറയുന്ന വേദഭാഗമാണ്. 25 verse 8, 25:8 യെശയ്യാവ് തന്നെ. He will swallow up death forever. The sovereign Lord will wipe away the tears from all faces. He will remove the disgrace of his people from all the earth. The Lord has spoken. Hallelujah. This is an immovable, unchangeable, infallible promise of the Lord. The Lord has spoken. വാക്കുമാറാത്ത കർത്താവ് നൽകിയ ഉറപ്പുള്ള വാഗ്ദത്തമാണിത്. ഉറപ്പുള്ള വാഗ്ദത്തമാണിത്. സ്തോത്രം. എപ്പോൾ ഇത് നിറവേറും? 1 Corinthians chapter 15 and verse 54. 1 കൊരിന്ത്യർ 15:54. When the perishable has been clothed with the imperishable, and the mortal with immortality, then the saying that is written will come true. Death has been swallowed up in victory. Praise God. That was what we read from 25 verse 8 Isaiah. യെശയ്യ 25:8 ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യം. സ്തോത്രം. അത് നിറവേറുന്നതാണ് പൗലോസ് ഇവിടെ 1 കൊരിന്ത്യർ 15:54 പറയുന്നത്. സ്തോത്രം. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. Victory
swallows up the death. മരണം വിഴുങ്ങപ്പെടുകയാണ്. ജയം മരണത്തെ വിഴുങ്ങുന്നു. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ഇങ്ങനെ പഴയ നിയമത്തിൽ നമുക്ക് പല ഭാഗങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഇന്നലെ ഇയ്യോബ് 19-ാം അധ്യായത്തിൽ നിന്നും നമ്മൾ കണ്ടു. ഇയ്യോബ് 14-ാമത്തെ അധ്യായത്തിലും ചോദിക്കുന്നുണ്ട്, മനുഷ്യൻ മരിച്ചാൽ